മാവേലി ഇവിടെ വന്നപ്പോഴേക്കും ഞാൻ സൂചിപ്പിച്ചു, മാവേലി ഇന്ന് വന്നില്ല എങ്കിൽ എനിക്ക് കൊല്ലത്തൂന്ന് നാളെ ഇറക്കേണ്ടി വരും. മാവേലി എത്തിയോ എന്ന് ചോദിച്ച് ഞാൻ വിളിച്ചപ്പോൾ ദാ എത്തുന്നു എന്നാണ് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കുഴി കണ്ടുപിടിച്ച് വരാനായിട്ടുള്ള ഒരു സമയമാണ് എടുത്തത് ഇപ്പൊ മനസ്സിലായി. ദേ നമുക്ക് ഒരാളുടെ അടുത്തേക്ക് പോയാലോ? ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ഒരു മാവേലി ഉണ്ട്, അപരൻ. അപ്പോൾ ആ അപരനെ ഒന്ന് കാണണ്ടേ, പരിചയപ്പെടണ്ടേ? കൊല്ലത്താണ് നിൽക്കുന്നത്. ആ മാവേലിയുടെ പേര് ദിലീപ് ദേവസ്യ എന്നാണ്. അതെ, ദിലീപ് ദേവസ്യ മാവേലി തയ്യാറായിട്ടുണ്ട്. കൊല്ലത്ത് നിന്ന് ഇതാ എത്തുന്നു റിപ്പോർട്ടറിന്റെ ഇൻ ഹൗസ് മാവേലി. വെൽക്കം മാവേലി ദിലീപ് ദേവസ്യ. വെൽക്കം സുജിയ, വെൽക്കം വെൽക്കം. അപ്പൊ നിങ്ങൾ മാവേലി തമ്മിൽ ആയിക്കോളൂ, ഞാനൊക്കെ മാറി നിൽക്കാം. രണ്ട് മാവേലിയെ നമുക്ക് ഫ്രെയിമിൽ എടുക്കാം. മാവേലിമാരെന്ന് സംസാരിക്കട്ടെ. മാവേലി സംസാരിച്ചോളൂ. ദിലീപ്, എനിക്ക് തോന്നുന്നത് പാതാളത്തിൽ നിന്ന് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. മാവേലി ദിലീപ് തുടർന്നോളൂ, പറഞ്ഞോളൂ. മാവേലി പാതാളത്തിൽ എവിടെയാണ്? പാതാളത്തില് പഞ്ചായത്ത് കിണറിന്റെ അപ്പുറത്താണ്. പഞ്ചായത്ത് ഞാൻ നോർത്തിലാ. അതാണ് നമ്മളത് കാണാറുണ്ട്. പിന്നെ ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് പാതാളത്തിൽ നിന്നൊരു മാവേലി കൊല്ലത്ത് പോയിട്ടുണ്ട്. അപ്പൊ കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പാതാളത്തിൽ പോകുന്ന ദിലീപത്തിന് തിരിച്ചു വന്നിട്ടില്ലെന്നുള്ള എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പൊ അത് എനിക്ക് ശരിയാണെന്ന് തോന്നുന്നു. ശരിയാണ്. ഈ കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്ന് പറയുന്നത് ശരിയാണ്. ഇത് ഈ കൊല്ലത്തുകാരുടെ സ്വഭാവക്കാരന് ചോദിച്ചു, ചേട്ടാ എങ്ങനെയുണ്ട് കൊല്ലൊക്കെ? പൊളി ഓണമൊക്കെ പൊളി ഓണം, പിന്നെ അല്ലാതെ എന്തുവാ സെറ്റ് ഓണം. പിന്നെ മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. നമ്മളൊക്കെ കാലം ജാതികൾ ഒന്നുമില്ല, ബാലമരണങ്ങൾ കേൾപ്പാനില്ല, ദുഷ്ടരെ കൺകൊണ്ട് കാണാൻ. ദിലീപ് ദുഃഖങ്ങളില്ല. മാവേലിമാർക്ക് കേൾക്കാൻ പറ്റിയ പാട്ടാണ്. എന്തായാലും മാവേലി കേട്ടല്ലോ. എന്തായാലും മാവേലി ദിലീപ് പൊളിയായിട്ടുണ്ട് കേട്ടോ. എന്തായാലും ആദ്യമായിട്ടായിരിക്കും നമ്മുടെ ഒരു റിപ്പോർട്ടർ മാവേലിയായിട്ട് ഇറങ്ങുന്നത്. എന്തായാലും സുജിയ, ഞാൻ ഈ പ്രജകളുടെ കാര്യങ്ങൾ, ചേട്ടാ വാഴയുടെ ഇലയ്ക്ക് എന്താ വില? 10 രൂപ. ഒന്നിന് 10 രൂപ. അപ്പൊ സദ്യ കഴിക്കുന്നത് ശ്രദ്ധിക്കുക, 10 രൂപ. നമുക്കിവിടെ ചേച്ചിമാരൊക്കെ ഉണ്ട്, മക്കളൊക്കെ നോക്കുന്നു. ചേട്ടാ ഒന്ന് വേഗത കുറയ്ക്കോ? മോളെ ഹാപ്പിയാണോ? എങ്ങനെയുണ്ട് ഓണൊക്കെ? സൂപ്പറാ. എന്താ മേടിച്ച? പുതിയ കോടി മേടിച്ചാ? എന്താ മേടിച്ചു? പട്ടുപാവാട ഉടുപ്പൊക്കെ മേടിച്ചതാ കണ്ടോ. ഈ ഓണത്തിന് പട്ടുപാവാട ഉടുപ്പൊക്കെ മേടിച്ച് ഇങ്ങനെ ആളുകൾ നിൽക്കുകയാണ്. ഈ കൊല്ലത്ത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മാർക്കറ്റിലാണ്. ഈ മാർക്കറ്റിൽ ഈ ഓണത്തോടനുബന്ധിച്ച് പല സാധനങ്ങളൊക്കെ വാങ്ങുന്ന തിരക്കിലാണ് ഓരോരുത്തരും ഉള്ളത്. അങ്ങനെ ഈ കാര്യം ചെയ്യോ? ദിലീപ് മാവേലിയോട് ഞങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ദിലീപ് മാവേലി അവിടെ നിന്ന് നിന്നേ. ദിലീപ് മാവേലിയോട് ഒരു കാര്യം ചോദിക്കട്ടെ. ദിലീപ് മാവേലി ശരിക്കും ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ഈ മാവേലി വേഷമൊക്കെ കിട്ടിയപ്പോഴേക്കും എനിക്ക് തോന്നുന്നു സാധാരണ ഈ പാൻസ് ഷർട്ടൊക്കെ ഇടുന്നതിനേക്കാളും നന്നായിട്ട് ചേരുന്നുണ്ട്. ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇന്നത്തോടെ വേഷം അയച്ചു വെച്ചോളാം. നമ്മൾ തമ്മിലൊരു മത്സരം വേണ്ട. ഇതാണ് ഒറിജിനൽ മിന്നൽ മുരളി. ഒറിജിനൽ എന്ന് പറയുന്ന പോലെ ഒറിജിനൽ മാവേലി എന്റെ അടുത്ത് നിൽക്കുകയാണ്. ശരിക്കും ഞാൻ കണ്ടതാണ്. പാതാളത്തിൽ നിന്ന് ഇങ്ങനെ തുറന്ന് ഒരു പൊട്ടിത്തെറിയോട് കൂടിയാണ്, ആ ശബ്ദത്തോടു കൂടിയാണ് വന്നത്. ഇത് ശരിക്കും ഒറിജിനൽ മാവേലിയാണ്. അതെ. തൽക്കാലം അവിടെയുള്ള ആൾക്കാരായിട്ടൊക്കെ ഒരു കളക്ഷനൊക്കെ എടുത്തോളൂ, പക്ഷേ ആവർത്തിക്കരുത്. ആ മാവേലി ഉണ്ടോ? ID കാർഡൊക്കെ ഇട്ടിട്ടുണ്ട്. മാവേലിക്ക് ID കാർഡൊക്കെ ഉണ്ട്. അത് ശരി. അതെ, ഞാന് ID കാർഡ് ഇട്ട കാരണം ഞാൻ മാറിപ്പോകരുതല്ലോ. മാവേലിയാണെന്നത് തോന്നൽ വേണ്ട. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ID കാർഡ് ഇട്ടതാണ്. ആരും ഒരു വ്യത്യാസമൊന്നും വേണ്ട. ഞാൻ കൃത്യമായിട്ട് മാവേലി അല്ല, വേഷം കെട്ടിയതാണ്. ആൾക്ക് തോന്നും ചിലപ്പോൾ ഞാൻ മാവേലിയാണെന്ന്. അങ്ങനെയൊന്നും വേണ്ട. ചേച്ചി ഓണൊക്കെ എങ്ങനെയുണ്ട്? എന്താ മാവേലിനെ കണ്ടിട്ട് ഇങ്ങനത്തെ ഒരു പോക്ക്? ഒരു മൈൻഡ് ചെയ്യുന്നേ. ആകെ വരുന്നത് ഓണത്തിനാ. അപ്പോഴെങ്കിലും കണ്ടത് മര്യാദയ്ക്ക് നിന്നോട് ചിരിച്ചൂടെ? ഓണക്കായിട്ട് എന്താ പരിപാടി? ഓണായിട്ടൊക്കെ അടിച്ചു പൊളിക്കുന്നു. എന്തൊക്കെ മേടിച്ച്? എല്ലാം മേടിച്ചു. കഥ എന്തൊക്കെ മാവേലിന്റെ ഞാൻ വീണ്ടും പാതാളത്തിലേക്ക് പോയതിനെ പോലെ. ദിലീപേ, ഒരു സന്ദേശം വരുന്നുണ്ട്. ബാലൻ നീലേവരിയുടെ ഭാഗത്തു നിന്നാണ് പാതാളം ജംഗ്ഷനിലാണെന്ന് ദിലീപ് പറഞ്ഞത്. അത് ഫാസിൽ ചോദിക്കുന്നുണ്ട് പാതാളത്തിൽ എവിടെയാ ജംഗ്ഷൻ എന്ന്. അതോടൊപ്പം ബാലൻ ചേട്ടൻ പറയാണ്, റിപ്പോർട്ടർ ഈ ഓണം കളറാക്കി ഞങ്ങളൊരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂന്തോട്ടം തന്നു. ദിലീപേ മാവേലിയായിട്ടൊക്കെ വരുമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്ക് കണ്ടിട്ട് ചിരി നിർത്താൻ പറ്റുന്നില്ല. സാധാരണ നമ്മൾ കാണുന്ന വേഷമേ അല്ലല്ലോ. അപ്പൊ ദിലീപ് ഈ ഓണം കളറാക്കി മാവേലിയുടെ കൂടെയുള്ള ആഘോഷം വേണമെന്നാണ് പറഞ്ഞത്. ഏതായാലും കൊല്ലംകാരും ടി വിയിൽ കാണുന്നുണ്ടാവും. അപ്പം അവർക്ക് ഒരു കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. അപ്പം ഒറിജിനലോടെ കാണുന്നു. വീണ്ടും കളമശ്ശേരിയിലാണ്. അതെ, കളമശ്ശേരിയിലാണ്. വീണ്ടും ഒരു ഡ്യൂപ്ലിക്കേറ്റ് അവിടെ ഉണ്ടോ? അപ്പൊ സൂക്ഷിച്ചോളുക. തൽക്കാലം ID കാർഡ് ഉള്ളതുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റിയേക്കും. അത് ഒന്ന് കാണുന്ന രീതിയിൽ ഇട്ടോളുക. ഒരു സംശയം ദിലീപേ, നമ്മുടെ ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു, 2 മാവേലിക്കും കുടവയറില്ലല്ലോ എന്ന്. ഫാസിലാണ് ചോദിക്കുന്നത്. മാവേലി എങ്ങനെ ജിമ്മിലൊക്കെ പോകും? ഇവിടെ ജിമ്മില്ല. എന്നാലും രാവിലെ ഓട്ടം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. വ്യായാമമുണ്ട്. ഇപ്പൊ എവിടെയാണെങ്കിലും പാതാളത്തിലാണെങ്കിലും എല്ലായിടത്തും ഹെൽത്തി ആയിരിക്കുക എന്നുള്ളതാണല്ലോ. അതെ. അപ്പൊ മാവേലി ഓണത്തിന് തരുന്ന അഡ്വൈസ്